പെട്ടെന്നൊരു സൗണ്ട് കേട്ട് മൊത്തം ഇടിഞ്ഞങ്ങ് വീണു. അപകടമാണോ തലമുറയ്ക്ക് ഒഴിവായത്? വലിയ അപകടം തന്നെ മാറിപ്പോയത് കേട്ടോ. കാര്യം ഞങ്ങൾ 2 കാർ ഞങ്ങൾ ഇവിടെ ഇടുന്നതാണ് അപ്പുറത്തെ വീട്ടിൽ, നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ. ഇന്നലെ ആ വണ്ടി വരാൻ താമസിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നലെ കറക്റ്റ് 6 മണിക്കാണ് വണ്ടി പോകുന്നത്. ഇതിൽ ഒരു വണ്ടി 6 മണിക്കും ഒരു വണ്ടി 7 മണിക്കും പോകുന്നത്. 7 മണിക്ക് അപകടം നടന്നത്. ആ 2 വണ്ടി ഇന്നലെ വരാഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നലെ വലിയൊരു അപകടം മാറി. ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ മുകളിൽ വീഴ്ത്തുള്ളൂ. വണ്ടി ഈ വഴി കൂടി പോകുമ്പം ഒരാൾക്ക് ഇറങ്ങാനോ കയറാനോ ഒക്കത്തില്ല, ഡോർ തുറക്കാനും ഒക്കത്തില്ല. അതൊരിക്കും ആ ഈ കല്ലിന് അതിൻ്റെ മുകളിലോട്ട് വീഴ്ത്തുള്ളൂ. സാഹചര്യം മാറിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ഈ ആളുകളോട് ആവശ്യപ്പെട്ടതല്ല, നാട്ടുകാരെ പറഞ്ഞിട്ടുള്ള മതിൽ പുതുക്കി പണിയണോ? ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഈ മതിലിങ്ങനെ തള്ളി നിൽക്കുന്ന കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ അത് വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു തേക്ക് ഇരിക്കുന്നുണ്ട്. ആ തേക്ക് കാരണമാണ് ആ തേക്ക് പോകുന്ന വിചാരിച്ചാണ് ഇവിടെ ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇവിടെ മുളച്ച് നിൽക്കുക, തള്ളി വെളിയിലോട്ട് നിൽക്കുക. ഈ തേക്കിനെ സംരക്ഷിക്കാൻ പോയി മനുഷ്യന്റെ ജീവൻ പോകേണ്ടായിരുന്നു അല്ലേ? ആ ഒരു അവസ്ഥ ആയതിന് എന്തായാലും വലിയൊരു അപകടം മാറിയത്. ആ ചേട്ടൻ ഇന്നലെ വരുന്ന വഴിക്ക് ഇറങ്ങി ഓടുമായിരുന്നു. ഇപ്പം രാവിലെ ഇവിടെ ഞങ്ങൾ കണ്ടു പറയുമായിരുന്നു ഇന്നലെ വൈകിട്ട് സംഭവം നടന്നത്. ഞാൻ പേടിച്ച് ഓടി നീണ്ടു. എങ്ങോട്ട് ഓടും? ഇരുട്ട് അങ്ങോട്ട് ഓടാൻ പോയി പേടി, അങ്ങോട്ട് ഓടി. പിന്നെ മോളിക്കൂടി പിന്നെ ഇറങ്ങി ഓടുമായിരുന്നു. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രവീൺ. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് മൊത്തം ഇടിഞ്ഞങ്ങ് വീണു. ഞാൻ ഉടനെ വീണ്ടും പുറമോട്ട് വന്ന് വീണ്ടും ബാക്കി ഇടിഞ്ഞ് എനിക്ക് വലിയ പ്രയാസമായി പോയി. വീണ്ടും ഇത് ഇടിഞ്ഞു കഴിഞ്ഞവൻ അങ്ങ് പോയി അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് വരിക. അന്ന് വെട്ടമൊന്നുമില്ല, ഒരു മനുഷ്യനുമില്ലായിരുന്നു. അല്പം മുമ്പോട്ട് കടന്നിരുന്നെങ്കിലോ? അല്പം മുൻപോട്ട് പോയെങ്കിൽ ഞാൻ പോയേനെ, മരിച്ചു പോയേനെ. ഓ, അത്ര അടുത്ത് എത്തിയില്ലേ? അതെ, ഈ കല്ലിൻ്റെ എത്തിയില്ലേ? പേടിച്ചു പോയോ? പേടിച്ചു പോയി. വെട്ടമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല. ഇതുവഴി ആൾക്കാർ നടന്ന് സ്ഥിരം പോകുന്ന വഴിയല്ലേ? സ്ഥിരം പോന്ന കാറും 2 വീലറൊക്കെ പോന്ന കൊച്ചു പിള്ളേരാണെങ്കിൽ 7 മണിയാകുമ്പോ എപ്പോഴും ഇതിലെ സ്കൂളിൽ പോകുന്ന സമയമാണ്. ഒരു 10 കൊച്ചു പിള്ളേരുണ്ട്. അവരിവിടെ വന്നാ നിൽക്കുന്നത് വണ്ടി കയറാൻ. പകലായിരുന്നെങ്കിൽ പകലായ പിള്ളേരെല്ലാം പോയതിന് 10 പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേര്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർ. പിന്നെ ഇത് അവരെ മാതാപിതാക്കൾ സ്കൂട്ടറും കാറൊക്കെ സ്കൂട്ടറും കാറും പോയിക്കൊണ്ടുണ്ട്. ഒരു വലിയ അപകടമാണ്. 2 വണ്ടി ഇവിടെ ഇടുന്നത് അത് ഇന്നലെ വന്നുമില്ല. അല്ലെ അതിന്റെ മണ്ടയ്ക്കും വീണേനെ കല്ലെല്ലാം ഇടിഞ്ഞു. എന്റെ പേര് അനിയൻ.